ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. കഴക്കൂട്ടത്തൊരു കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അനിയത്തി പറഞ്ഞത് നമുക്കിങ്ങനെ അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലോ നല്ല എന്താ പറയുക, വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. അത് ഈ ഒരു കുളമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ആ ഒരു പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് ആ ബ്രിഡ്ജിൽ കൂടി പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, ഒരു ആവശ്യങ്ങൾക്ക് പോകും. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. ഞങ്ങൾ പോകുമ്പോഴും കാണും, എന്നാലും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ദാ ഈ ഒരു നമ്മൾ ഈ വിളക്കിൽ നിന്ന് എടുക്കുന്ന ഒരു കറുത്ത കുറിയില്ലേ, അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടിയിട്ട് ചന്ദനം ഇടണം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് അങ്ങനെ കുറിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ മഞ്ചാടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ചാടി നമുക്കിതാ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ വാരിയിടാം. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും വാവയൊക്കെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം ആ ഒരു കുളത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ പോയിരുന്ന് ഒന്ന് മൈൻഡൊക്കെ അത് റിലാക്സ് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഇരുന്നപ്പോഴാണ് അനിയത്തിക്ക് ഭയങ്കര വിശപ്പ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്ത് ആയിപ്പോവും. ഞാൻ കുറച്ച് വീഡിയോസും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു തുളസി ഇലയൊക്കെ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ആ കുളത്തിൻ്റെ ആ ഒരു സൈഡിൽ പോയിരുന്നു. വാവ ഭയങ്കര വാശിയായിരുന്നു, അവളുടെ കാലിൽ മീൻ വന്ന് കടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ കുറേ സമയം ആളവിടെ ഇരുന്നു. അതിനകത്ത് നിറയെ മീനുകളുണ്ടായിരുന്നു കേട്ടോ, വലിയ മീനുകളുണ്ടായിരുന്നു. അതുപോലെ ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ ആമയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. നല്ല ഇരുട്ട് വീണതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ബൈ.